കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വീട്ടിൽ ഏത്തപ്പഴത്തിൻ്റെ ബഹളമായിരുന്നേ. ഏത്തയ്ക്ക പൊരിക്കുകയും ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇവിടുത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ഏത്തയ്ക്കക്കളി. അതുമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് ഇലയട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ നോക്കി. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതൊന്നും എൻ്റെ കണ്ണിൽ പെട്ടില്ല കേട്ടോ. എന്നാലും കുറേ വീഡിയോസൊക്കെ കണ്ടപ്പോൾ അതിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ട് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏത്തപ്പഴം ഇങ്ങനെ കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ശർക്കരയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ശർക്കരയൊക്കെ ഞാൻ കലക്കി റെഡിയാക്കി അരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇങ്ങനെ ഒരു ചീനിച്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ കഷ്ണങ്ങൾ അതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഞാൻ അതിനകത്ത് അങ്ങോട്ട് ചേർക്കുന്നുണ്ട്, മധുരം ഒന്ന് ടാലിയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വെന്ത് കുറുകി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാപ്പീര അതിനകത്ത് ചേർത്ത് കൊടുത്തേ. ഞാൻ തേങ്ങാപ്പൂളി എടുത്ത് മിക്സിയിൽ അടിച്ചാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും അരഞ്ഞ പോലെ ഇരുന്നത്. തിരുമ്മി എടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ജീരകവും ചുക്കുപൊടിയും കൂടെയാണ് അതിനകത്ത് ഇട്ടത്. എന്നിട്ട് അത് നല്ലപോലെ കുറുകി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് തണുത്ത് കഴിയുമ്പോൾ ഞാൻ അതിനകത്തോട്ട് കുറേശ്ശെ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തത്. അരിപ്പൊടി ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ അരിപ്പൊടി ഇല്ലാഞ്ഞത് കൊണ്ടാണ് ഞാൻ ഗോതമ്പ് പൊടി എടുത്തത് കേട്ടോ. പിന്നെ ഗോതമ്പ് പൊടിയോട് എനിക്ക് ഇച്ചിരി ഇഷ്ടമൊക്കെ കൂടുതലാണ്. പിന്നെ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കുഴയ്ക്കരുത്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശർക്കരയുടെയും ഏത്തപ്പഴത്തിൻ്റെയും ആ മിക്സിനകത്ത് ആ ഒരു മയത്തിൽ വേണം ഈ പൊടിയിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഒരു വാഴയിലയിൽ ഞാൻ ഡബിൾ ലെയറായിട്ടൊക്കെ വെച്ച് ആവിയിൽ പുഴുങ്ങി എടുക്കുമായിരുന്നു. സാധാരണ ഇലയട ഉണ്ടാക്കുന്ന പോലെ പരത്തി ഇല മടക്കി ആവിയിൽ വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് റെഡിയാവും. ഏത്തപ്പഴമൊക്കെ നമ്മൾ വേവിച്ചാണല്ലോ ചേർത്തിരിക്കുന്നത്, അപ്പോൾ അധികം സമയമൊന്നും വേണ്ട. അങ്ങനെ നമ്മുടെ ഏത്തപ്പഴം ഗോതമ്പ് ഇലയട റെഡി ആയിട്ടുണ്ട്. ചൂടോടെ അങ്ങോട്ട് കഴിക്കാൻ നല്ല രുചിയുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.